കുട്ടികളിലെയും യുവതലമുറയുടെയും ലഹരി ഉപയോഗം കേരളം മുഴുവൻ ചർച്ചയാകുമ്പോൾ തന്റെ നൂറ്റാണ്ടിലേറെ കാലമായുള്ള കളരി തപസ്യ കൊണ്ട് അതിന് മറുപടിയാവുകയാണെന്ന് പൊതുവാച്ചേരിയിലെ പ്രകാശൻ ഗുരുക്കൾ. നമ്മുടെ നാട്ടിൽ കുട്ടികളും യുവതലമുറയും ലഹരിക്ക് അടിമകളാവാൻ കാരണം ആയോധന കലയായ കളരി അഭ്യസിക്കാത്തത് കാരണമാണെന്ന് പ്രകാശൻ ഗുരുക്കൾ പറയുന്നത്. ഒരിക്കലെങ്കിലും കളരിയിൽ വന്ന ഒരു കുട്ടിക്ക് ലഹരി ഉപയോഗിക്കാൻ തോന്നില്ല. ലഹരിയിൽ നിന്നും എന്നേക്കും അകന്നു നിൽക്കാനുള്ള ഊർജവും ശക്തിയും നിറഞ്ഞ് മനസ്സ് ശാന്തമാകാൻ കളരി സഹായിക്കുമെന്ന് പ്രകാശൻ ഗുരുക്കൾ പറഞ്ഞു. ലഹരി എന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറയിൽ ഒരുപാട് വളർന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആയോധന കലകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വശത്താക്കി കഴിഞ്ഞാൽ ഈ അങ്ങനെയുള്ള ലഹരി മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊന്നും ഒരു ആൾക്കാർക്കും ഈ ലഹരിയോട് അടിമപ്പെടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മാർഷാസ്ത്ര, അതായത് കളരി പോലത്തെ മാർഷാസ്ത്രകൾ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ലഹരികൾ ഒഴിവാക്കി കളരി തന്നെ ലഹരിയായി മാറും. വീടിനടുത്തായി സ്വന്തമായ ഒരു കളരിയും 50ഓളം ശിഷ്യന്മാരുമുണ്ട് പ്രകാശൻ ഗുരുക്കൾക്ക്. മെയ് അഭ്യാസം മുതൽ വടിപ്പയറ്റും ഉറുമിപ്പയറ്റുമൊക്കെ അഭ്യസിക്കുകയാണ് ഇവർ പ്രകാശൻ ഗുരുക്കളുടെ കീഴിൽ പുലർച്ചെ 5 മണി മുതൽ രാത്രി 9 വരെ. ഉച്ചവരെയുള്ള സമയത്തിലെ ഇടവേളകൾ ഒഴിച്ച് ഇവിടെ കളരി അഭ്യാസത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കാം. 5 വയസ്സ് മുതൽ മധ്യവയസ്സുവരെയുള്ളവർ പ്രകാശൻ ഗുരുക്കളുടെ ശിഷ്യന്മാരാണ്. സ്വദേശത്തും വിദേശത്തും ആരാധകരും ശിഷ്യരുമായി 6000ഓളം പേർ ഇദ്ദേഹത്തിനുണ്ട്. വെറുതെ കളരി പഠിക്കുക മാത്രമല്ല, അത് കായിക ഇനമായി അവതരിപ്പിക്കുകയും ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് ചാമ്പ്യന്മാരാവുകയും ചെയ്തവരാണ് ജ്യോതിസ് കളരി സംഘത്തിലെ കുട്ടികൾ. നാടിന് അഭിമാനമായി ഇവിടുത്തെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും മാറുകയാണ്. സീസണിൽ കണ്ണൂർ ജില്ലയിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾ പതിവായെത്തുന്ന കളരി കേന്ദ്രം കൂടിയാണ് പൊതുവാച്ചേരിയിലേത്. പ്രകാശൻ ഗുരുക്കളിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നും കളരിയുടെ ബാലപാഠങ്ങളാണ് ഇവർ മനസ്സിലാക്കുന്നത്. റഷ്യ, പോളണ്ട്, ഫ്രാൻസ് തുടങ്ങി ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിൽ നിന്നും ജ്യോതിസ് കളരി സംഘത്തിൽ വരുന്നുണ്ട്. വടിപ്പയറ്റ് മുതൽ ഉറുമി അഭ്യാസങ്ങളും മെയ് വഴക്കത്തോടെയുള്ള അഭ്യാസങ്ങളും ഇവർ ആസ്വദിക്കുന്നു. കരാട്ടയിലെ കത്തയുമായി കളരിക്കുള്ള ബന്ധം പല വിനോദസഞ്ചാരികളും എടുത്തു പറയാറുണ്ട്. തന്റെ ജീവിതത്തിൽ കോൺക്രീറ്റ് ജോലിക്കിടെയുണ്ടായ ഒരു അപകടത്തിൽ നിന്നുള്ള വീഴ്ചയിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റതാണ് പ്രകാശൻ ഗുരുക്കളെ കളരി ചികിത്സയിലെത്തിച്ചത്. വിദഗ്ധരായ പല ഡോക്ടർമാരെ കാണിച്ചിട്ടും വൻകിട ആശുപത്രികളിൽ കിടന്നിട്ടും മാറാതെ ജീവിതത്തിൽ ഇരുട്ടു പടർത്തിയ അസുഖം നാട്ടിൽ തന്നെയുള്ള കൃഷ്ണൻ ഗുരുക്കളുടെ കളരിമർമ്മ ചികിത്സയിലൂടെ മാറുകയായിരുന്നു. ഇതോടെയാണ് കളരി ജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറിയതെന്ന് പ്രകാശൻ ഗുരുക്കൾ പറഞ്ഞു. 86-87 ഞാൻ ഒരു നട്ടെല്ല് പൊട്ടിയ ഒരാളായിരുന്നു. അതിനുശേഷം നമ്മളെ കൃഷ്ണൻ ഗുരുക്കളെടുത്ത കളരിക്ക് പോയതിന് ശേഷം അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ 1 വർഷത്തോളം 1.5 വർഷത്തോളം ഞാൻ ഒരു കിടപ്പിലായിരുന്നു. ഈ അടിഭാഗങ്ങളൊന്നും എനിക്ക് ചലനങ്ങളേ ഉണ്ടായിട്ടില്ല. അപ്പം അന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളെ കളരി പരിശീലിപ്പിച്ച കൃഷ്ണൻ ഗുരുക്കൾ ആണ് നമ്മളെ ഈ രീതിയിൽ. നൂറ്റാണ്ടോളം നീണ്ട കളരി അഭ്യാസത്തിനിടെ നിരവധി പുരസ്കാരങ്ങളും പ്രകാശൻ ഗുരുക്കളെ തേടിയെത്തിയിട്ടുണ്ട്. നിരവധി സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയാണ് ഇദ്ദേഹം. ശാരീരിക വൈഷമ്യങ്ങൾ നേരിടുന്നവർക്ക് കളരി ചികിത്സയും നൽകി വരുന്നുണ്ട്. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ കളരിയെ അറിയാനും ആസ്വദിക്കാനും പ്രകാശൻ ഗുരുക്കളുടെ ജ്യോതിസ് കളരി പഠന കേന്ദ്രത്തിൽ എത്തുന്നുണ്ട്. നാടിന് വെളിച്ചവും ആരോഗ്യവും നൽകുന്ന പ്രകാശമാവുകയാണ് പ്രകാശൻ വൈദ്യരുടെ ജ്യോതിസ് കളരി പഠന കേന്ദ്രം. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.